ചട്ടലംഘനത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ കഴിയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിബിൻ എടവണ്ണയാണ് ഫേസ്ബുക്കിൽ ADGP S ശ്രീജിത്തിനെതിരെ പോസ്റ്റിട്ടത്. രേഖകളുടെ പിൻബലമില്ലാതെ പോസ്റ്റിലെ ആരോപണങ്ങൾ അതേപടി ഒരു ന്യൂസ് ചാനൽ വാർത്തയും നൽകി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനാണ് S ശ്രീജിത്ത് നിയമ നടപടി സ്വീകരിക്കുന്നത്. AMV ദിബിൻ എടവണ്ണ, വാർത്ത നൽകിയ ന്യൂസ് ചാനലിലെ മാധ്യമപ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് S ശ്രീജിത്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യം അറിയിച്ച് ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകി. ഇത് ഒരു സ്ത്രീപീഡന കേസിലെ പ്രതിയാണ് ഈ ഉദ്യോഗസ്ഥൻ. അന്ന് അയാളെ സസ്പെൻഡ് ചെയ്ത ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഞാൻ. അതിൻ്റെ വൈരാഗ്യം വെച്ചാണ് അയാളെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. തെല്ലും വെരിഫിക്കേഷൻ നടത്താതെ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തിയതാണ് പത്രപ്രവർത്തകർ. അവർക്കെതിരെയും ഇയാൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുകയാണ്. അതുകൂടാതെ സർക്കാരിനെയും അറിയിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെയുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ തന്നെ ഈ പരസ്യം ചെയ്തിട്ട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുവെച്ചാൽ വേറെ ജോലികൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ലൈസൻസ് എടുക്കാൻ വന്ന സ്ത്രീയെ ലൈംഗിക ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 2023 ദിബിൻ എടവണ്ണയെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന S ശ്രീജിത്ത് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടിയുടെ വിരോധമാണ് തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റിടാൻ കാരണമെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും S ശ്രീജിത്ത് ആരോപിക്കുന്നു. യുവതിയുടെ പരാതിയിൽ കതിരൂർ പോലീസ് ദിബിൻ എടവണ്ണയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. മന്ത്രിക്ക് മോശം ഭാഷയിൽ പരാതി അയച്ചതിനാണ് നിലവിൽ ദിബിൻ എടവണ്ണയെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.